ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. നമ്മളുടെ കയ്യിലുള്ള സാധനമാണെങ്കിലും നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാതെ പോകാറുണ്ട് അല്ലേ? പക്ഷെ ചിലവർക്ക് ചില ടിപ്സുകൾ അറിയാൻ പറ്റും, ചിലത് അറിയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ അടുക്കളയിലെ ജോലികൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിലും വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുവാനും അത് കുക്കർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അത് തുളുമ്പി പുറത്തേക്ക് പോവുക എന്നുള്ളത് അല്ലേ? അപ്പം ഞാനിപ്പോൾ വെള്ളക്കടലാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ നമ്മളുടെ മസാല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ ഇങ്ങനെയല്ല പല രീതിയിൽ വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നല്ല തിളച്ച വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചൊരിക്കലും വേവിക്കാൻ വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വെന്ത് കിട്ടുവാനും നല്ല സോഫ്റ്റ് ആകുവാനുമാണ്. പിന്നെ 2 തുള്ളി വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഇത് പെട്ടെന്ന് വേകാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റി ആയിട്ട് വരുവാനും ഇത് സഹായിക്കും. ഇനി 2 തുള്ളി കൂടി മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇളക്കരുത്. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് നമുക്ക് വിസിൽ വരുത്തിക്കാം. ഇത് സഹായിക്കുന്നത് ഇത് തുളുമ്പി പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതുപോലെ വിസിലിൻ്റെ ഉള്ളിലേക്ക് 1 തുള്ളി നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ വിസിൽ അടുപ്പിക്കുകയാണെങ്കിൽ 1 തുള്ളി പോലും പുറത്തേക്ക് വരാതെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കുക്കർ ഇരിക്കും. നമ്മുടെ ഗ്യാസ് അടപ്പൊന്നും തുടച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതുപോലെ ഗ്രേറ്റർ ഉപയോഗിക്കുമ്പോൾ ഈ ചീകുന്ന സാധനം ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് അത് നല്ല ഈവണായിട്ട് വരാതിരിക്കുക, അതിൻ്റെ ഉള്ളിൽ കുറെ പിടിച്ചിരിക്കുക എന്നുള്ളത് അല്ലേ? അത് ഏത് സാധനമാണെങ്കിലും നമ്മളിപ്പോൾ ഇഞ്ചി ആണെങ്കിലും നമ്മളിപ്പോൾ ഇത്തിരി ചീസോ ബട്ടറോ അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിലൊരു തുള്ളി പിടിച്ചിരിക്കുകയില്ല. നല്ല രീതിയിൽ തന്നെ ഈവണായിട്ട് വരികയും ചെയ്യും. അതിൽ നിന്നും പൂർണ്ണമായിട്ട് അതിലേക്ക് വീഴും. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിടിച്ചതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ മൺചട്ടി ഉപയോഗിക്കുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യുക. കഴുകിയതിന് ശേഷം ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൺചട്ടി പുതുപുത്തനായിട്ട് നോൺ സ്റ്റിക്കായിട്ട് എപ്പോഴും ഇരിക്കും. അതിലൊരു പൂപ്പലോ ഒന്നും വരില്ല കേട്ടോ. ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരൊറ്റ തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടിഷ്യൂവോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങളിത് ഉപയോഗിക്കാണ്ട് മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചട്ടിയാണെങ്കിൽ ഇത് നല്ല ചൂടാറിയതിന് ശേഷം കബേർഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ വെച്ചാൽ മതി. പൂപ്പല് അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകുക, അതുപോലെ എന്താണ് നമ്മൾ കറികളൊക്കെ വെച്ചാൽ പെട്ടെന്ന് ചീത്തായി പോകുന്നത് ഈ ചട്ടി അത്ര ക്ലീൻ ആകാണ്ട് ഇരിക്കുമ്പോഴാണ്. പെട്ടെന്ന് മീൻകറിയൊക്കെ വളിച്ചു പോകുക, പൂത്തു വരിക. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. നല്ല നോൺ സ്റ്റിക്ക് പോലെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഈടും കിട്ടുന്നതാണ് കേട്ടോ. ഇത് അധികം ഇട്ടൊന്നും ചൂടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ അതിനുശേഷം ഇത് കണ്ടില്ലേ, നല്ല ചൂടാറിയതിന് ശേഷം ഒരു തരി എണ്ണ പോലും ഇല്ലാതെ ഇതുപോലെ ആയിക്കിട്ടും. നിങ്ങൾക്ക് ഇത് മാറ്റി വെക്കാവുന്നതാണ് കബേർഡിൻ്റെ ഉള്ളിൽ. അടുത്തായിട്ട് ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് തുളുമ്പി പുറത്തേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മൂടി ഒരു വിടവിട്ട് വെക്കുക. വിടവിട്ട് വെച്ചാലും നമ്മൾ ഇത്രയും അധികം ചോറുള്ളതുകൊണ്ട് തന്നെ തുളുമ്പി പുറത്തേക്ക് പോകാറുണ്ട്. പക്ഷേ ഇത് നോക്കിക്കേ, നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എണ്ണ തേച്ചതിൻ്റെ അപ്പുറം ഈ ഒരു ഇത് തിളച്ച് വരുന്നില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് അത് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ പല ജോലിയിലായിരിക്കുമ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടും. നമുക്ക് ഗ്യാസ് അടപ്പ് തുടച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അടുത്തായിട്ട് നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യട്ടോ. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിയിൽ ഇങ്ങനെ എന്താ പറയുക കട്ട പിടിക്കണ പോലെ ഒരു അടി പിടിച്ച പോലെയൊക്കെ വരില്ല, അതൊന്നും വരാതിരിക്കും. അതുപോലെ തന്നെ നമ്മൾ 1 ദിവസവും 2 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പാല് തിളപ്പിക്കുമ്പോൾ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും അല്ലേ? 1 തുള്ളി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ തിളച്ചു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ എണ്ണ എടുത്ത് ഈ ഒരു പാത്രത്തിന് ചുറ്റിനും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഈ ഒരു പാല് തിളച്ച് വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു വെളിച്ചെണ്ണ
വെളിച്ചെണ്ണ തേച്ച ഭാഗം വരുമ്പോഴത്തേക്കും താന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അതുപോലെ പാലിനൊരു തിളച്ച് കഴിയുമ്പോൾ ഒരു പുളിച്ച മണം വരില്ലേ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട്, അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും ഈ ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് സഹായിക്കും. നമ്മൾ വെറുതെ പച്ചപ്പാൽ കുടിക്കുന്ന അല്ലെങ്കിൽ കോംപ്ലാനോ ബൂസ്റ്റോ ഒക്കെ ഇടുന്നതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അല്ലാണ്ട് കുടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു മണം നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു മണം ഇല്ലാതെ നല്ല ഫ്രഷ് പാൽ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന് തിളപ്പിക്കുന്ന പാല് പോലെ ഇരിക്കാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു എണ്ണയുടെ ഭാഗം നമ്മൾ തേച്ച ഒരു ഭാഗം വന്നപ്പോൾ ആ പാല് താഴോട്ട് പോയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത്ര എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നമ്മളൊരു കാര്യത്തിനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെ പോയും എന്ത് കാര്യം ചെയ്തിട്ട് തിരിച്ചു വരാം. തിളച്ചു പോകുന്നുള്ള പേടിയേ വേണ്ട. അടുത്തായിട്ട് നമ്മൾ മീൻ മുറിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് കയ്യിലുള്ള മണം. അപ്പം മീൻ മുറിക്കുന്നതിന് മുമ്പ് ഇതുപോലെ കയ്യിൽ വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം നമ്മൾ മീൻ മുറിക്കുകയാണെങ്കിൽ ആ ഒരു ഉളുമ്പ് മണം, അതുപോലെ കത്തിയിലും ഭയങ്കര നമ്മൾ എത്ര കഴുകിയാലും എത്ര ഇതാക്കിയാലും അതിൻ്റെ ഒരു മണം പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലും അതുപോലെ കത്രികയിലും നമ്മൾ ഈ ഒരു എണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുറിക്കുമ്പം നല്ല പെട്ടെന്ന് മുറിഞ്ഞും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കഴുകി എടുക്കുമ്പോൾ ആ ഒരു കത്തിയിലെയും കത്രിയുടെയൊക്കെ ആ മീനിൻ്റെ മണം പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ മീനിൽ തേക്കാൻ വെച്ചേക്കുന്ന മസാലയിൽ 2-3 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം, അതിപ്പോൾ ഇറച്ചിയിലാണെങ്കിലും ചിക്കനോ ബീഫോ എന്തിലാണെങ്കിലും നിങ്ങൾ 2 തുള്ളി എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആവും, വളരെ സോഫ്റ്റ് ആവും, വളരെ ഫ്രഷ് ആവും. അതുപോലെ മസാലകൾ പച്ചമുളക് കരിയുമ്പോൾ നമ്മളെ കൈ പുകയും അല്ലേ, അപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ ആ പുകച്ചിൽ മാറ്റാനായിട്ട് സഹായിക്കും. ഫ്രിഡ്ജിൽ നമ്മൾ കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ഫിഷിലാണെങ്കിലും മീറ്റിലാണെങ്കിലും ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് നമ്മൾ മസാല വെക്കുകയാണെങ്കിൽ ആ ഫിഷും അതുപോലെ തന്നെ മീറ്റും ഒക്കെ നല്ല സോഫ്റ്റ് ആകാനും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്സാണ്. ജോലിക്ക് പോകുന്നവർക്ക് ഇതുപോലെ ആഴ്ചയിൽ ചെയ്തു വെച്ചാൽ ഒരാഴ്ച നിങ്ങൾക്ക് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ആ ഫ്രഷ് ചൊവ്വയും പോവില്ല. ഇനി നമ്മൾ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ ഇതുപോലെ സെലോ ടാപ്പൊക്കെ കൊണ്ട് നമ്മൾ ഒട്ടിക്കും, കുട്ടികൾ കൈ ഇടുന്നതിനും പിന്നെ AC ഫുൾ ടൈം ഇട്ട് അവർ ഇരിക്കുന്നതിനൊക്കെ അവർ ഓൺ ആക്കാണ്ടിരിക്കാനൊക്കെ ഞാനിവിടെ ചെയ്തു വെച്ച സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു. എൻ്റെ ചെറിയ മോനെ ഇപ്പം വലുതായി 3.5 വയസ്സായി, അതിനു മുമ്പ് ചെറുതായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ കളിക്കുമായിരുന്നു, പിന്നെ കൈ ഇടാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടിച്ചു വെച്ചത്. പിന്നെ ഈ ഒരു പാട് കളയാനായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ കൊണ്ടൊന്ന് തുടച്ചു നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മളുടെ പഞ്ഞി എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1-2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് യാതൊരു കാരണവശാലും നിങ്ങളിത് ചെയ്യരുത് കേട്ടോ. ഞാനിവിടെ മെയിൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കറണ്ട് ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ അതുകൊണ്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ മെയിൻ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു പഞ്ഞി കൊണ്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആദ്യം തേച്ച് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉരച്ചൊരച്ച് ഒരു 2-3 പ്രാവശ്യം ഉരച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. നമ്മൾ പലപ്പോഴും പല സാധനങ്ങൾ വെച്ച് ചെയ്താലും ഇത്രയും ക്ലിയർ ആയി കിട്ടാറില്ലായിരുന്നു. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏതൊരു കറ കളയുവാനും വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മളെ സ്വിച്ച് ബോർഡിലുള്ള ഒരു ഫെയ്ഡ് ആയിട്ടിരിക്കുക, അതിൻ്റെ ഒരു കളർ മങ്ങിയിരിക്കുക എന്ന ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാനായിട്ട് നോക്കരുത്, എണ്ണയാണ്, പെട്ടെന്ന് ഷോക്ക് അടിക്കുക. അപ്പോൾ ആരും മെയിൻ ഓണാക്കി ഇത് ചെയ്യരുത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും അല്ലേ, എന്താണ് വറ്റമുളക് ചുട്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കും. പക്ഷേ ഇത്തിരി എരിവ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഇതിപ്പം ചമ്മന്തിയിൽ മാത്രമല്ല ഏതിലാണെങ്കിലും നമുക്ക് 2-3 തുള്ളി നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എരിവ് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇപ്പോൾ കറിയിലാണെങ്കിലും നമുക്ക് എരിവ് ഭയങ്കരമായിട്ട് മുന്തി നിൽക്കുന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എരിവ്
കുറയാനായിട്ട് സഹായിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണ ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ച് അതിൻ്റെ പുറമെ ഇതുപോലെ ഒന്ന് തേച്ച് ഫുള്ള് വെച്ചതിന് ശേഷം മൂടി ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, രാവിലെ ഉണ്ടാക്കിയ രാത്രി വരെ ഇരുന്നാൽ കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നമ്മളുടെ ചപ്പാത്തി. ഇതിനു മുമ്പ് ഞാൻ കാസ്ട്രോളിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചപ്പാത്തി നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള ടിപ്പുകളൊക്കെ ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ പറയാത്തത്. അടുത്തായിട്ട് നമ്മൾ ഇടിയപ്പോ പത്തിരിയോ എന്തുണ്ടാക്കണമെങ്കിലും നിങ്ങൾ വെള്ളം തിളപ്പിക്കുമ്പം 2 തുള്ളി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇടിയപ്പം ആണെങ്കിലും പത്തിരി ആണെങ്കിലും പത്തിരി ഇങ്ങനെ വിട്ടു പോകുക, ഒടിഞ്ഞു പോകുക, അതുപോലെ ഇടിയപ്പം സോഫ്റ്റ് ആകാണ്ടിരിക്കുക, ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഈ ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ പൊടി വാട്ടിയെടുക്കുന്ന പോലെ പൊടി വാട്ടിയെടുത്താൽ മതി. വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും നമുക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ചിലവർ പറയാറുണ്ട്, എന്നിട്ട് കമൻറ്റ് വഴി ചോദിക്കാറുണ്ട് ഇടിയപ്പം ഇങ്ങനെ സോഫ്റ്റ് ആകാറില്ല, വിട്ടുപോകാറുണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് ചെയ്ത് നോക്ക് കേട്ടോ. അടുത്തതായിട്ട് സവാള അരിയണത് ഏറ്റവും വലിയ വിഷമം കണ്ണെരിയുക എന്നുള്ളതാണ് അല്ലേ. അത് വളരെ എളുപ്പമായിട്ടുള്ളൊരു പണിയാണെങ്കിൽ കൂടി പക്ഷെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കണ്ണെരിഞ്ഞ് നമുക്ക് എന്താ പറയുക, കണ്ണിൽ നിന്ന് എരിച്ചിൽ പോകാനായിട്ട് പിന്നെ നമ്മൾ വേറെ കാര്യം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ സവാള കഴുകിയതിന് ശേഷം ഒരു ടർക്കി കൊണ്ട് ഇതുപോലെ തുടച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ 2-3 തുള്ളി വെളിച്ചെണ്ണ നമ്മളുടെ ഉള്ളം കൈയിലിട്ടതിന് ശേഷം നല്ലതുപോലെ 2 കൈയിലും ആക്കിയതിന് ശേഷം ഇതുപോലെ സവാളയിൽ ഒന്ന് വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 2 സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്നതൊന്നും ഞാനിത് ഈ വീഡിയോയിൽ കാണിച്ചില്ല. 2 സെക്കൻഡ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം നമ്മൾ സവാള അരിയുകയാണെങ്കിൽ ഒരു തരി കണ്ണിൽ നിന്നും വെള്ളം വരില്ല കേട്ടോ. ഫ്രീസറിൽ 2 സെക്കൻഡ് വെച്ചാൽ മതി. കുട്ടികൾക്കാണെങ്കിൽ കൂടി സവാള അരിയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഈ ഒരു സവാള അരിയാനായിട്ടൊക്കെ വളരെ മടിയാണ്, കണ്ണെരിയുന്നതുകൊണ്ട്. അതുപോലെ തന്നെ കയ്യിൽ നമ്മളുടെ എണ്ണ ഉള്ളതുകൊണ്ട് സവാളയുടെ ബാഡ് സ്മെല്ലൊന്നും കയ്യിലുണ്ടാവില്ല കേട്ടോ. അടുത്തായിട്ട് വാസലിൻ എടുക്കുന്നുണ്ട്. നേരിയ ചൂടാക്കുക. സ്പൂണ് നമ്മളുടെ നേരിയ ചൂടോടുകൂടി നമ്മൾ എടുക്കണം. എന്നിട്ട് വാസലിൻ അതിലേക്ക് എടുത്തതിന് ശേഷം ഈ നേരിയ ചൂട് സ്പൂണിൽ എടുക്കാൻ പറയുന്നത് വാസലിൻ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ ഇത് മെൽറ്റായി വരുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു 2-3 തുള്ളി നമ്മളുടെ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ സിങ്കൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫെയ്ഡായി പോകുമല്ലേ. നമ്മളുടെ പൈപ്പൊക്കെ ബോർവെൽ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ക്ലീനാക്കി തുടച്ചതിന് ശേഷം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്നും പുതുപുത്തനാവും. വെള്ളത്തിൻ്റെ പാടോ അതുപോലെ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മളുടെ പൈപ്പിലൊക്കെ ഈ ബോർവെൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെ മഞ്ഞക്കറ പിടിക്കാറുണ്ട്. അത് കഴുകിയാലും പോകാറില്ല. അപ്പോൾ നമ്മൾ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇതുപോലെ നമ്മളൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇതൊരു ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്താൽ മതി. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടില്ലേ. നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വളരെ നല്ല പുതുപുത്തനായിട്ട് നമ്മളുടെ കിച്ചൺ സിങ്കൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാ ടിപ്സും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.